നിങ്ങൾ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിൽ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ? ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓൺലൈൻ മീഡിയ കൊട്ടാരക്കര ബേസ് ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ പോലും ഇത് ഒന്ന് എടുക്കാനോ ഇത് ചെയ്യാനോ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളെന്നാൽ മാധ്യമങ്ങൾക്കെല്ലാം ഒരു നിലപാടുണ്ടാകും. പല പല വാർത്തയും അവർ സമീപിക്കുന്നത് പല പല നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ആ നിലപാടുകൾ വിസ്മയ എന്ന മാധ്യമത്തിന് പറയാൻ കഴിയില്ല. ശരിക്കും ഒരു തർക്കത്തിന് ശേഷമാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. നമ്മൾ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ഭാര്യ, എൻ്റെ പെങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ആരോടും ഇവർ ഇതിനെക്കുറിച്ച് പറയുകയാവട്ടെ, നിങ്ങളുടെ അച്ഛന് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മളോട് തുറന്ന് പറയുകയാവട്ടെ ചെയ്തില്ല. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരു വാർത്ത അത് പുറത്തുവിട്ടിരുന്നു. മാത്യു ജോൺ എന്ന ഒരു പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വാർത്ത. അത് കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിന്റെ ചികിത്സാ പിഴവ് മൂലമാണ് ആ പിതാവ് മരണപ്പെട്ടത് എന്നായിരുന്നു. അങ്ങനെ മകന്റെ തർക്കവുമൊക്കെ ആയിരുന്ന വാർത്ത. എന്നാൽ ആ വാർത്തയ്ക്ക് പിന്നാലെ ഇന്ന് 2 ആഴ്ച പിന്നിടുമ്പോൾ വീണ്ടും കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിനെതിരെ ഗുരുതര ആരോപണം. നിങ്ങൾ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ? ഞാൻ എന്തിനാണ് തകർക്കുന്നത്? ഞാനൊരു സാധാരണപ്പെട്ട ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം അത് സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി മാത്രമാണ് ഈ മീഡിയയുടെ മുന്നിൽ നിൽക്കുന്നത്. എന്താണ് കാരണം? എൻ്റെ അച്ഛന് ഒരു ശ്വാസമുട്ടുമായിട്ട് എൻ്റെ അനിയന്മാർ ഇവിടെ വിജയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. അന്ന് ICUലേക്ക് മാറ്റുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു 1-2 ദിവസം വെച്ച് ICUവിൽ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം നേരെ റൂമിലേക്ക് മാറ്റാം, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് അച്ഛനെ തിരിച്ച് നൽകാമെന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അച്ഛന് ശ്വാസമുട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ശ്വാസമുട്ടുണ്ടായിരുന്നു. ആയുവിന് ആസ്മയല്ലായിരുന്നു. അദ്ദേഹത്തിന് ചെറിയ ശ്വാസം മുട്ടുണ്ടായിരുന്നു. അത് ആയുരൊരു ഹോസ്പിറ്റലായിരുന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അത് ഹയർ റെക്കമെൻഡേഷന് വേണ്ടി മീൻസ് മെഡിസിന് വേണ്ടി ഇവിടേക്ക് കൊടുത്തുവിട്ടതാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെ പൂർണ്ണമായും തിരിച്ചു നൽകാമെന്നും വേറെ ബുദ്ധിമുട്ടുള്ളതെന്നും അദ്ദേഹം വളരെ നടന്ന് കയറി ഭക്ഷണം കഴിച്ച് ഞങ്ങളോട് സംസാരിച്ച് വന്ന മനുഷ്യനാണ്. അവിടുത്തെ CCTV നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വന്ന് ഇരിപ്പുണ്ട്. നമ്മുടെ എൻക്വയറിയിൽ അവിടെ വന്ന് അദ്ദേഹം ഇരിപ്പുണ്ട്. അതിനുശേഷമാണ് ഡോക്ടർ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. നേരെ ICUലേക്ക് മാറ്റുന്നു. ICUലേക്ക് മാറ്റിയ ശേഷം ദിനം പ്രതി അച്ഛൻ്റെ CRP ലെവൽ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. അവസാനം ഞാൻ അദ്ദേഹം ചോദിച്ചു, സാറേ എവിടെയെങ്കിലും ഞാൻ മാറ്റി അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചു വേണം എന്ന് അദ്ദേഹം മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. എൻ്റെ അച്ഛൻ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. ഇത് അവരെ സംബന്ധിച്ച് 1000 രോഗികളിൽ ഒരു രോഗി മാത്രമാണ് ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നഷ്ടപ്പെട്ടത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അദ്ദേഹം ഒരു 4-ാം തീയതിയോട് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം 5-ാം തീയതി ഞാൻ ഏതെങ്കിലും എൻ്റെ ഫിനാൻഷ്യലി ഇത്ര ക്രൈസിസ് ഉണ്ട്, ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോഴത്തേന് അദ്ദേഹം ഒരു സമ്മറി എഴുതി തരുന്നു. ആ സമ്മറി എഴുതുന്ന ശേഷം അദ്ദേഹം അടുത്ത ദിവസം എന്നോട് പറയുന്നു 10ഓളം ആൻറ്റിബയോട്ടിക് അദ്ദേഹം കൾച്ചർ ചെയ്യാൻ വിടുന്നു. അച്ഛൻ്റെ ബോഡിയിലേക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അച്ഛന് അന്ന് രാത്രിയൊക്കെ ആയപ്പോഴത്തേന് ഏറ്റവും അവശതയിലേക്ക് പോവുകയും അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ICUവിനടുത്തുള്ള ഏതെങ്കിലും ഒരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അങ്ങോട്ട് മാറ്റണം. ഇനി നിങ്ങളുടെ അച്ഛന് ബെറ്റർ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അച്ഛൻ മരണപ്പെടുമെന്നാണ്. ജീവനോടിരിക്കുന്ന അച്ഛനെ മരണപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരു ഡോക്ടറാകുമ്പോൾ അദ്ദേഹം മെഡിക്കൽ എക്സ്പെർട്ടാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ കുറിച്ച് പറയാൻ കഴിയുമല്ലോ. കഴിയും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ അച്ഛന് ആ ബോഡിയിൽ നിന്നുകൊണ്ട് വീക്കായി അദ്ദേഹം ഏറ്റവും മരണസന്നദ്ധയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് മാറ്റപ്പെട്ടത്. താങ്കളുടെ പേരെന്താണ്? ശ്രീകുമാർ എന്നാണ്. ശ്രീകുമാർ ഭായി, മനസ്സിലാക്കേണ്ടത് അച്ഛൻ നഷ്ടപ്പെട്ട വേദന നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ പറയുന്ന കിടത്തിക്കൊണ്ടുവരുന്നവർ മാത്രമല്ല മരണപ്പെട്ടു പോകുന്നത്, നടന്നു വരുന്നവർ മരണപ്പെട്ടു പോകും. താങ്കളുടെ അച്ഛന് അത്തരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായി? ഒരു അസുഖവും എൻ്റെ അച്ഛനില്ല. ചെറിയ ശ്വാസമുട്ടുണ്ടെന്നല്ലാതെ എൻ്റെ അച്ഛന് വേറെ അസുഖമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്ന അച്ഛനാണ്. ആയിക്കോട്ടെ. ഇവിടെ എവിടെയാണ് വിജയ ഹോസ്പിറ്റലിനെതിരെ നിങ്ങൾ ഈ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? അതായത് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ഈ 1000 രൂപയും 30,000 8,000 രൂപയും 9,000 രൂപയൊക്കെ കൊടുത്തുകൊണ്ട് ഓരോ മെഡിസിൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു കൺസേൺ വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ പറ്റിയും ആ മെഡിസിനെ പറ്റിയും അദ്ദേഹത്തിന് എന്നോട് ഷെയർ ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തമായി എന്നോട് പറയാൻ പറ്റുമായിരുന്നു. അദ്ദേഹം അവസാന സ്റ്റേജ് വരെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 6-ാം തീയതിയാണ് അദ്ദേഹം എന്നോട് പറയുന്നത് അച്ഛന് മെഡിസിൻ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും ഇതേ ട്രീറ്റ്മെന്റ് ഉള്ളത്. നേരെ ഞാനത് കിംസിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നിന്ന് നേരെ ഏകദേശം 2 ലക്ഷം രൂപയിൽ പുറത്ത്. ഞാനതിന് കണക്ക് നോക്കിയ 2,10,000. എന്തായാലും പിതാവ് മരണപ്പെട്ട ഒരു മകന്റെ സങ്കടം നമുക്ക് മനസ്സിലാകും. പക്ഷേ വിജയ ഹോസ്പിറ്റലിന് നേരെയുള്ള ദിനം പ്രതിയുള്ള ഈ ആരോപണങ്ങൾ ആ സ്ഥാപനം തകർക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. താങ്കളൊക്കെ ഒരു ബന്ധുക്കളാണ് അല്ലേ? താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാം?
എനിക്ക് വിഷയത്തിൽ പിന്നെ ഞാൻ ഫോണിലൂടെയുള്ള ബന്ധമുള്ളൂ, കാരണം ഞാൻ ഗൾഫിലായിരുന്നു. ഓക്കെ, അച്ഛൻ്റെ മരണം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എന്താണ് ഈ വിജയ ഹോസ്പിറ്റലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കുള്ള ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് ഘട്ടം ഘട്ടമായി ആൻറ്റിബയോട്ടിക്കുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയനുണ്ട്, എൻ്റെ സഹോദരങ്ങൾ, അതായത് ചിറ്റപ്പൻ്റെ മക്കളുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ഭാര്യ, എൻ്റെ പെങ്ങൾ, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ആരോടും ഇവർ ഇതിനെക്കുറിച്ച് പറയുകയാവട്ടെ, നിങ്ങളുടെ അച്ഛന് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മളോട് തുറന്ന് പറയുകയാവട്ടെ ചെയ്തില്ല. ഇതെല്ലാം റെഡിയാവും, ശരിയാകും എന്ന് മാത്രമാണ്. ഞാൻ നിരന്തരം ഇവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരമെല്ലാം എനിക്കറിയാൻ പറ്റുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഒരു ഫ്രൈഡേയിൽ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ അച്ഛനുമായിട്ട് വളരെ ഇതായിട്ട് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ സംസാരിക്കുകയാണ്. അച്ഛൻ അന്നേരം ആഹാരം കഴിക്കുന്നുണ്ട്, നല്ല ക്ലിയറായിട്ട് പിറ്റേന്ന് ഡിസ്ചാർജ് ആകും എന്നുള്ള കാര്യങ്ങളാണ് എന്നെ ധരിപ്പിക്കുന്നത്. പക്ഷേ പിറ്റേ ദിവസം നില വേറെ മാറുകയായിരുന്നു. വളരെ ഗുരുതരാവസ്ഥയിലേക്ക് എൻ്റെ അച്ഛൻ പോവുകയായിരുന്നു. താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന ഈ ഒരു വിഷയത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്, ഇവർ പറയുന്നത് ഇത്തരം പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ, ഇത്തരം ഗുരുതരം ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ താങ്കളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വിദഗ്ധമായ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ വിദഗ്ധമായ ചികിത്സ നൽകുമായിരുന്നു എന്നാണ്. അങ്ങനെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവിടെയാണ് നിങ്ങൾ ഇവരെ ഈ പറയുന്ന പറഞ്ഞു പറ്റിച്ചു അല്ലെങ്കിൽ വഞ്ചന കാണിച്ചു. വിശ്വാസവഞ്ചന തന്നെ. നിങ്ങളുടെ കയ്യിലെ പൈസ മേടിക്കുവാൻ വേണ്ടിയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് അത് അവർ മറച്ചു വെച്ചതെന്നുള്ള കാര്യം നമ്മൾ അതിനെക്കുറിച്ച് അത് അന്വേഷിക്കണമെങ്കിൽ ഞങ്ങൾ ആരും മെഡിക്കൽ എക്സ്പെർട്ട് അല്ല. താങ്കൾ മെഡിക്കൽ എക്സ്പെർട്ടാണോ? അല്ല എങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തോ? പോസ്റ്റ്മോർട്ടം വിജയാസിൽ നിന്ന് നമ്മുടെ കിംസിൽ നിന്ന് നേരെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. നേരെ വീട്ടിൽ കൊണ്ട് സംസ്കരിക്കുകയായിരുന്നു. ആ സംസ്കരിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡോക്ടേഴ്സിനെ കാണാൻ വന്നു. കുറച്ച് ഇത് സമൂഹത്തിലേക്ക് എത്തിക്കണം. കാരണം വേറെ ഒന്നും കൊണ്ട് തന്നെയല്ല, ഒരുപാട് നിർദ്ധരായ ആളുകൾ ആശ്രയിക്കുന്നതാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്കുള്ള ഒരാളുടെ ജീവനാണ് അവിടെ വരിക. അതിനുവേണ്ടി സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നൊരു വിശ്വാസമാണ്. ഞാനും അങ്ങനെ തന്നെ വന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും മോശമായ കണ്ടീഷനിലേക്ക് കിംസിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഞാനിത് പുറം ലോകത്തോട് അറിയിക്കണം, പുറം ലോകത്തോട് പറയണം. അല്ലാതെ ഞാനൊരിക്കലും ഒരു വിജയാസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പന്ന അടിത്തറയുള്ള വ്യക്തിയൊന്നുമല്ല. സാധാരണ എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടും നാളെ ഒരുപാട് ആളുകൾ ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് എന്നെ സംബന്ധിച്ച്. ഈ വാർത്ത പുറത്തുവിടുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നഷ്ടപ്പെട്ടവന് മാത്രമേ അതിന്റെ വേദന അറിയൂ എന്ന് തന്നെയാണ്. അല്ലേ? താങ്കളുടെ ആരായിരുന്നു? വല്യച്ഛനായിരുന്നു അല്ലേ? വളരെ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുള്ളതായിട്ട് താങ്കൾക്ക് അറിയുമോ? ഇല്ല, അറിയില്ല. പ്രായത്തിൻ്റെതായിട്ടുള്ള എന്തുകൊണ്ടാണ് പിന്നെ ഇതുപോലുള്ള വലിയൊരു ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം? ചേട്ടത്തി പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറി മറ്റു കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പം വല്യച്ഛനെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം പല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും ഞങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്നത്. അതെ, ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഡെലിവറി ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം മകൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചാണ് അവിടെ തന്നെ ഒരാൾ തന്നെ ബൈസ്റ്റാൻഡർ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ശരിക്കും നമുക്ക് പറയാനുള്ളത്, ഡോക്ടർക്ക് അറിയായിരുന്നു ഇങ്ങനൊരു മോശം സിറ്റുവേഷനിലേക്ക് ഇത് പോകുമെന്ന് അറിയായിരുന്നു. കാരണം കൾച്ചർ ടെസ്റ്റിൻ്റെ തന്നെ റിപ്പോർട്ട് നോക്കി അറിയാം. നമുക്ക് 4-ാം തീയതിയാണ് ശരിക്കും റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 4 രാവിലെ റിപ്പോർട്ട് വന്നിട്ട് 5-ാം തീയതി ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടില്ല. 5-ാം തീയതി വൈകിട്ട് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ 6-ാം തീയതി രാവിലെ പറയുന്നത് ഇനി തിരിച്ചു വരവില്ല, അല്ലെങ്കിൽ ഇനി നമുക്ക് വേറെ എവിടെ കൊണ്ടുപോയാലും ഇതിൽ കൂടുതലൊന്നും ചികിത്സ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള കാര്യത്തിലേക്ക് ശരിക്കും ഒരു തർക്കത്തിന് ശേഷമാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഡോക്ടർമാരും ഒരു ജീവനും എടുക്കുവാൻ അങ്ങനെ നമ്മളും അങ്ങനെ പറയില്ല ഒരിക്കലും. നമ്മളും ആ ഒരു ഡോക്ടർ ജീവൻ എടുത്തെന്ന് പറയില്ല. പക്ഷേ എന്തിന് ഇവർ ഹോൾഡ് ചെയ്ത് വെച്ചു? ഇവർക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവർക്ക് ചികിത്സിക്കാൻ കഴിയുന്നതിന് അപ്പുറം ചെയ്യാൻ പറ്റുന്ന കുറേ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മറ്റു ഡോക്ടർമാരുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റുന്നവരില്ല. ഇപ്പോൾ പൾമോളജിസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരാളേ ഉള്ളൂ വിജയാസിൽ. അപ്പം സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഇവർക്ക് മറ്റാരും ഇല്ല. ജെറിൻ എന്നാണ് ഡോക്ടറുടെ പേര്. അപ്പോൾ ശരിക്കും ഞങ്ങൾ എന്തുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ ഒരുപാട് ആളുകളോട് ആ സമയത്ത് ചോദിച്ചു. അപ്പം പറയുന്നു ലാസ്റ്റ് സ്റ്റേജിലെ വിജയാസിൽ നിന്നും മാറ്റാൻ പറയത്തുള്ളൂ, അപ്പം നമുക്ക് തിരിച്ചിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഞങ്ങൾ ആ സമയത്ത് അവിടെ നിന്ന് മാറ്റുന്നത്. അതും ഞാൻ ഒരു നിസ്സാര കാര്യം ചോദിച്ചിട്ടുണ്ട്. കാര്യം നിങ്ങൾ ഇവിടെ ഒരു തർക്കം ഉന്നയിക്കുന്നത് അച്ഛനെ അവസാനം വരെ നിങ്ങൾക്ക് പ്രതീക്ഷ തന്നു, വിശ്വാസം തന്നു, ഒടുവിൽ അദ്ദേഹം മരണപ്പെട്ടു. നമ്മൾ മാറ്റിയാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു തർക്കത്തിന്റെയും വാർത്തയുടെയും ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യം എന്തെന്നാൽ, ഇദ്ദേഹത്തിന്റെ പിതാവിനല്ല, കൃത്യം പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഡെലിവറിക്ക് വേണ്ടി വന്നു അല്ലേ? തുടർന്ന് അപ്പോഴുണ്ടായ ചെറിയൊരു അസ്വസ്ഥത, അതാണ് ഇദ്ദേഹത്തിന്റെ പിതാവിനെ ഇവിടെ കാണിച്ചതെന്ന് പറയുന്നത്. എന്നാൽ വിജയാസ് പോലുള്ള ഒരു ഹോസ്പിറ്റൽ, അദ്ദേഹം നിങ്ങൾ പറഞ്ഞോ നിങ്ങളുടെ കൺസെന്റ് എന്തായാലും കൊടുത്തു കാണുമല്ലോ അദ്ദേഹത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട്? കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തില്ലേ? കൺസെന്റ് ഒപ്പിട്ട് ഞാനല്ല, എന്റെ അനിയന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. കൊടുത്തല്ലേ? താങ്കളാണ്?
താങ്കൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. കൺസെന്റ് കൊടുത്തിരുന്നു. കൊടുത്തു. അതിന് മൂലമാണ് ചികിത്സിച്ചത്. ചികിത്സിച്ച് ഏകദേശം 2,10,000 രൂപയോളം ചികിത്സിച്ചു. അദ്ദേഹത്തിന് ഒരു അസുഖം ഇല്ലായിരുന്നെന്നാണ് താങ്കൾ പറയുന്നത്. അസുഖം ഉണ്ടായിരുന്നു, വന്നപ്പോൾ ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മരണത്തിന് കീഴടങ്ങേണ്ട അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനാണ് ഐ സിയിൽ കയറ്റിയപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് എന്നോടാണ് സംസാരിച്ചത്. എന്നോട് സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ബ്രീത്തിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊരു 2 ദിവസം ഐ സി കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ മെഡിസിനെ കൊടുക്കുമ്പോഴത്തേക്ക് ഏകദേശം നോർമലാവും, അപ്പോഴത്തേക്ക് നമുക്ക് റൂമിലോട്ട് മാറ്റാം. അപ്പോൾ റൂമിലോട്ട് മാറ്റുകയും ചെയ്തു. റൂമിലോട്ട് മാറ്റി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വലിച്ചൻ്റെ സ്റ്റേജ് ഇങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ ചേട്ടൻ ചോദിക്കുന്നത് നമ്മൾ വേറെ അങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം, മറ്റൊരു ചികിത്സയ്ക്ക് വേണ്ടി വേറെ അങ്ങോട്ടെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് രക്ഷിക്കാം, കുഴപ്പമില്ല, അത്രയും വലിയ പ്രശ്നമില്ല എന്നവർ പറയുന്നത്. വീണ്ടും അപ്പോഴത്തേക്കാണ് 4-ാം തീയതി ആയപ്പോഴത്തേക്കാണ് ഇവർ കൾച്ചർ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അവരത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ലത്. എന്നിട്ടാണ് 6-ാം തീയതിയാണ് ഇതുപോലെ ചേട്ടനെ വിളിച്ചിട്ട് പറയുന്നത് ഇനി നമുക്ക് രക്ഷയില്ല, ഇനി എന്ത് മരുന്നിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഇനി എന്ത് ചികിത്സ കൊടുത്താലും നമുക്ക് അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. എവിടെയാണ് താങ്കൾക്ക് അതിനോടൊരു പരാതി പറയാൻ തോന്നുന്നത്? അവർ നേരത്തെ പറയണമായിരുന്നു, അവർക്ക് പറ്റത്തില്ലെങ്കിൽ അവർ നേരത്തെ പറയണമായിരുന്നു, നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോയിരുന്നു, വേറെ ഏതെല്ലാം ഹോസ്പിറ്റലുണ്ടാണ്. ഇത് തന്നെയാണ്. ഒരിക്കലും നമുക്ക് ഇവരെയൊന്നും കുറ്റം പറയാൻ കഴിയില്ല. കാര്യം തൻ്റെ പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഓരോ മനസ്സുകളും വേദനിക്കും. ഇവിടെ നഷ്ടപ്പെട്ടു പോയത് ഇവരുടെ പിതാവാണ്. എന്താണ് മറുപടി എന്ന് വിജയ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും. ഞങ്ങൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കൽ നിന്നും ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്വാനോസ്.